മറക്കാനാവാത്ത നോമ്പ് കാലം. നമ്മുടെ ഉമ്മമാർ അടുക്കളയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ അത്താഴത്തിന്റെ മണം വീടാകെ പടരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ 5-6 അലാറം വെച്ച് എഴുന്നേൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ദൂരെ നിന്ന് അത്താഴമുട്ടുകാരന്റെ ആ ചെണ്ടയുടെ താളവും പാട്ടും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കണ്ണു തുറക്കും. പകുതി ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നെന്ന് ആ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഉമ്മ വിളമ്പിത്തരുന്ന കഞ്ഞിയും തലേ ദിവസത്തെ മീൻകറിയും കൂട്ടിക്കഴിക്കുന്ന ആ സുഖം അതൊന്നു വേറെ തന്നെയാണ്. അന്ന് നോമ്പ് നോൽക്കാൻ നമുക്ക് വലിയ ആവേശമായിരുന്നു. പക്ഷെ ഇന്ന് നോമ്പ് നോൽക്കാൻ മടിയുള്ളവർ പറയുന്ന പ്രധാന പരാതി ചൂടും ജോലിയുമാണ്. എന്നാലൊന്ന് ആലോചിച്ചു നോക്കൂ, കത്തുന്ന വെവെയിലിൽ പാടത്തും പറമ്പിലും പണിയെടുത്ത നമ്മുടെ പഴയ കാരണവന്മാർക്ക് നോമ്പ് ഒരിക്കലും ഒരു ഭാരമായിരുന്നില്ല. അവർ നോമ്പ് നോറ്റത് വയറുകൊണ്ടല്ല, മറിച്ച് മനസ്സുകൊണ്ടായിരുന്നു. ഇന്ന് AC മുറിയിലും സൗകര്യങ്ങളിലും ഇരുന്നിട്ട് നമുക്ക് നോമ്പ് നോൽക്കാൻ മടിയാണെങ്കിൽ നമ്മൾ തോറ്റുപോകുന്നത് നമ്മുടെ മനസ്സിനോടാണ്. ആ പഴയ അത്താഴത്തിന്റെ ഒത്തൊരുമയും ആത്മവിശ്വാസവും തിരിച്ചുപിടിച്ചാൽ ഏതൊരു കഠിനമായ നോമ്പും നമുക്ക് മധുരമുള്ളതാക്കി മാറ്റാം. കാരണം നോമ്പ് എന്നത് വെറുമൊരു പട്ടിണിയല്ല, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനും അത് നമ്മുടെ മനസ്സിനെ കരുത്തുള്ളതാക്കാനും ഒരു പരിശീലനം കൂടിയാണ്.